അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എങ്ങനെയാണ് ഒരു മദ്രസ ടീച്ചർ എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണിത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു മാർഗം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നത് തന്നെയാണ്. കോൺ ഓഫ് ലേണിംഗ് നമ്മളൊക്കെ മനസ്സിലാക്കിയതായിരിക്കും. ഒരാൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ വെറും 10% മാത്രമാണ് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ല, അത് വായിക്കുന്നതിന് പകരം അയാൾ ഓഡിയോ ആയി കേൾക്കുകയാണ് എങ്കിൽ 20% അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ മൈൻഡിലേക്ക്, മനസ്സിലേക്ക് എത്തുന്നത്. ഇനിയല്ല, അയാൾ കാണുകയാണ്, കേൾക്കുകയല്ല, കാണുകയാണ്. അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ വീഡിയോസ്, അത് കാണുമ്പോൾ ഒന്നുകൂടി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നു. 30% അവൻ്റെ പഠനം എളുപ്പമാവുകയാണ്. ഇനി അതുമല്ല, അയാൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ താൻ കേൾക്കുന്നത്, താൻ വായിക്കുന്നത്, താൻ കാണുന്നത് അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നു. നമ്മൾ ചില വർക്കുകളൊക്കെ, ആക്ടിവിറ്റീസൊക്കെ മക്കൾക്ക് നൽകാറുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അത് കുട്ടികൾ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ ശരിക്കും 75% പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും യഥാർത്ഥത്തിൽ ഇതിലൂടെ സാധിക്കുകയാണ്. നമ്മളുടെ പഠനം ഏറ്റവും റിസൾട്ട് കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പഠിക്കുന്നത് ഏറ്റവും കൃത്യമായി പഠിക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ കോൺ ഓഫ് ലേണിങ്ങിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം 90% റിസൾട്ട് ഉണ്ടാക്കുന്ന ലേണിംഗ്, പഠനമെന്ന് പറഞ്ഞാൽ അത് ടീച്ചിങ് ആണ്. ഒരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുകയാണ്, നാളെ ഇന്ന പാഠഭാഗം നിങ്ങൾ വായിച്ചു വരണം എന്നു പറയുന്നതും ഇന്ന പാഠഭാഗം നിങ്ങൾ വായിച്ചു വരികയും ഓരോരുത്തരും മറ്റു കുട്ടികൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കുകയും വേണം, അത് പ്രസൻറ്റ് ചെയ്യുകയും വേണം എന്ന് പറയുകയും ചെയ്യുന്നത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ജസ്റ്റ് വായിച്ചു വരാൻ പറയുമ്പോൾ, പഠിച്ചു വരണമെന്ന് പറയുമ്പോൾ അത്രയൊന്നും കുട്ടികൾ പ്രാധാന്യം കൊടുക്കുകയില്ല. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വീഡിയോ ഓൺ ചെയ്ത് അവൻ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പ്രസൻറ്റ് ചെയ്യുകയാണ്. സ്വാഭാവികമായും ഒരു പ്രസൻറ്റേഷന് വേണ്ടി ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടി വരും. കൃത്യമായി ആ പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് അത് പഠിക്കാനുള്ള, അത് പഠിപ്പിക്കാനുള്ള, അത് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഒരു സ്കില്ല് നേടിയെടുക്കാൻ കുറച്ച് എഫേർട്ട് എടുക്കും. ശരിക്കും അപ്പോഴാണ് ഓരോ കാര്യവും നമ്മൾ ശരിയായി മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് പുതിയ കാലത്തെ വിശേഷിച്ചും നമ്മൾ ജീവിക്കുന്ന കാലമെന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ്റെ കാലമാണ്. ശ്രദ്ധ പെട്ടെന്ന് തെറ്റാൻ സാധ്യതയുള്ള കാലമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം അനാവശ്യമായി വെറുതെ കളയുന്ന ഒരു കാലമാണ്. ഇവിടെ മതപരമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിക തെർബിയത്ത് മക്കൾക്ക് നൽകുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം, വലിയ ഒരു ദൗത്യം ഏറ്റെടുത്ത ടീച്ചേഴ്സായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഠനം ഏറ്റവും ഭംഗിയായി നടക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കണം. എനിക്ക് ദീൻ കുറേ അറിയണം, മനസ്സിലാക്കണം
എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ ഇസ്ലാമിക് ടീച്ചറായി മാറുക എന്നത് തന്നെയാണ്. നമ്മൾ ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചറായി മാറുക, ചെറുബിയത്ത് പഠിപ്പിക്കുന്ന ടീച്ചറായി മാറുക. സ്വാഭാവികമായും പഠിപ്പിക്കാൻ വേണ്ടി പാഠഭാഗങ്ങളെ വീണ്ടും വീണ്ടും അത് കൃത്യമായി നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ മക്കൾക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ആ വിഷയത്തിൽ ക്ലാരിറ്റിയാണ് ലഭിക്കുന്നത്. നമ്മളും കൂടി പഠിതാക്കളായി മാറുന്നു. ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് അത് ബെസ്റ്റ് സ്റ്റുഡൻ്റാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പഠനവും പഠിപ്പിക്കുന്നതിലൂടെ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാനും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കാനും അത് കാരണമാവുകയാണ്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നവരായി മാറുക. പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ പഠനം ഏറ്റവും ഫാസ്റ്റായി നടക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.